പിന്നെ എനിക്ക് മറ്റൊരു ചോദ്യമുള്ളത്, അതായത് കൂടി പഴയ നിയമം പൂർണ്ണമായി തള്ളിക്കളയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആഹ്വാനമാണ് താങ്കളുടെ ഈ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതായത് പഴയ നിയമം ഒന്നും അല്ലാതായി. അപ്പോ അത് തന്നെ പുതിയ നിയമത്തിന്റെ കഴുത്തറക്കൽ കൂടി ആയിപ്പോയി അത് എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ തന്നെയാണോ, അതോ ബൈബിള് ഒന്നും മൊത്തം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായോ? എന്താണ് അഭിപ്രായം? അതും കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഞങ്ങളൊരു പുസ്തക മതമല്ല, അക്ഷരത്തിന്റെ അതിരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട ഒന്നല്ല. ഞങ്ങളൊരു പേഴ്സണെയാണ് ഫോളോ ചെയ്യുന്ന, ഒരു പുസ്തകത്തെ അല്ല. വി ഫോളോ ദ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ്, നോട്ട് എ ബുക്ക്. ഞങ്ങളുടെ കർത്താവ് ഒരു പുസ്തകം എഴുതാൻ പറയുകയോ പുസ്തകം എഴുതാൻ ചട്ടം കെട്ടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പുസ്തകത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഒട്ടും ബോധേഡല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയിൽ ചരിത്രമായിട്ട്, കാവ്യമായിട്ട്, പ്രബോധനമായിട്ട് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെ ഒക്കെ സ്വാംശീകരിച്ച് അതിന്റെ ആശയത്തെ ഞങ്ങൾ എടുക്കും. അതിലുപരിയായിട്ട് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധ റൂഹായാണ്. റൂഹോ ഹായോ കാദീശോ എന്ന് പറയും. ഈ റൂഹ എന്നും ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കും, ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ക്രിസ്ത്യൻ ഡോക്ട്രിൻ ഒരിക്കലും സ്റ്റാഗ്നന്റ് അല്ല. ഇറ്റ് ഈസ് വൈബ്രന്റ്, ഇറ്റ് ഈസ് ഇവോൾവിങ്, ഇറ്റ് ഈസ് പ്രോഗ്രസീവ്, ഇറ്റ് ഈസ് ഡൈനാമിക്. അപ്പം ഡൈനാമിക് ആയിട്ട്, വൈബ്രന്റ് ആയിട്ട്, ഇവോൾവ് ചെയ്യുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള റെവലേഷനിലാണ് ക്രിസ്ത്യൻ ചർച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും എവിടെയും തട്ടി നിൽക്കാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത്. കാരണം നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടില്ല, 6-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് നേരിടുന്ന ഒരു പ്രതിസന്ധി. ഒരു യഥാർത്ഥത്തിൽ നിങ്ങൾ പുസ്തകത്തെ എടുത്ത് മുസ്ലിം ഉറച്ചു നിന്ന് കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് കരക്കെടുത്തിട്ട് ഒരു മീനെ പോലെയാണ്. നിങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിലെ സെറ്റിൽമെന്റും ആ രീതിയിലുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പും വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ മുസ്ലിം ആകാൻ പറ്റുള്ളൂ. ആധുനികതയും ജനാധിപത്യ വ്യവസ്ഥയും നിങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. പക്ഷെ ആധുനികതയും പുരോഗമനവും ജനാധിപത്യവും ഒരു ക്രിസ്ത്യാനിയും ശ്വാസം മുട്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആധുനിക ലോകത്തിന്റെ നേട്ടങ്ങളും ആധുനിക ലോകത്തിന്റെ പുരോഗമനങ്ങളും അതിന്റെ സിംഹഭാഗവും ക്രിസ്ത്യാനിത്വത്തിന്റെ സംഭാവനയും കൂടെയാണ്. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള ദൂരം.